ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ 3 വാക്കുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഈ ആശയങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരമാണ് ഫ്രഞ്ച് വിപ്ലവം. നമ്മുടെ 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. പ്രശസ്ത ചിന്തകനായ റൂസോയുടെ ഈ വാക്കുകളോടെ നമുക്ക് തുടങ്ങാം. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എവിടെ നോക്കിയാലും അവൻ ചങ്ങലയിലാണ്. എന്തൊരു ശക്തമായ വാക്കുകളാണിതല്ലേ? ശരിക്കും ഫ്രഞ്ച് വിപ്ലവം എന്നു പറയുന്നത് അന്നത്തെ ഫ്രാൻസിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അനീതിയുടെയും അസമത്വത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോ ഈ വിപ്ലവത്തിന്റെ കഥ മുഴുവനായി മനസ്സിലാക്കാൻ നമുക്കിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായി, വിപ്ലവത്തിനു മുൻപ് ഫ്രാൻസിന്റെ അവസ്ഥ എന്തായിരുന്നു? 2, ഈ വിപ്ലവത്തിന് തീ കൊളുത്തിയ പുതിയ ചിന്തകൾ ഏതൊക്കെയായിരുന്നു? 3, ജനങ്ങൾ എങ്ങനെയാണ് സംഘടിച്ച് മുന്നോട്ടു വന്നത്? 4, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുണ്ടായ ആശയക്കുഴപ്പങ്ങളും ഭീകരവാഴ്ചയും. പിന്നെ അവസാനം നെപ്പോളിയൻ എന്ന അധികായന്റെ വരവ്. റെഡിയല്ലേ? ഓക്കെ, നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം വിഭജിക്കപ്പെട്ട ഒരു രാജ്യം. വിപ്ലവം എന്ന കൊടുങ്കാറ്റ് വരുന്നതിനു മുൻപ് ഫ്രാൻസ് എന്ന രാജ്യം ശാന്തമായിരുന്നോ? ഒരിക്കലുമല്ല. ബൂർബൻ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ അവിടുത്തെ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ വാചകം മതി അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. ഞാനാണ് രാഷ്ട്രം, ലൂയി 14 രാജാവ് പറയുകയാണ്. അതായത്, ഞാനാണ് നിയമം, ഞാനാണ് എല്ലാം. രാജാവിന് അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ഒരു അവകാശവുമില്ല. ഇതായിരുന്നു അവിടുത്തെ സിസ്റ്റം. അധികാരം മുഴുവൻ ഒരാളുടെ കയ്യിൽ. ഇനി ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായി, അതായത് എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, 1ാമത്തെയും 2ാമത്തെയും എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരും പ്രഭുക്കന്മാരും രാജ്യത്തെ ഭൂരിഭാഗം ഭൂമിയും കയ്യിൽ വച്ചിരിക്കുകയാണ്. പക്ഷെ അവർ ടാക്സ് അടയ്ക്കണ്ട. അതേസമയം രാജ്യത്തെ സാധാരണക്കാരും കർഷകരും കച്ചവടക്കാരുമൊക്കെയുള്ള 3ാം എസ്റ്റേറ്റ് രാജ്യത്തിന്റെ മുഴുവൻ നികുതിഭാരവും ചുമക്കണം. എങ്ങനെയുണ്ട്? ഈ 3ാം എസ്റ്റേറ്റിൽ തന്നെ കുറച്ച് പണവും വിദ്യാഭ്യാസവും ഒക്കെയുള്ളൊരു വിഭാഗം വളർന്നുവന്നു. അവരെയാണ് ബൂർഷ്വാസി എന്ന് വിളിക്കുന്നത്. അവരുടെ പ്രശ്നമെന്തായിരുന്നോ? കയ്യിൽ കാശുണ്ട്, പക്ഷെ സമൂഹത്തിലൊരു വിലയുമില്ല, അധികാരവുമില്ല. ഈയൊരു ദേഷ്യവും നിരാശയും വിപ്ലവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറി. ഒരു വിപ്ലവം നടക്കണമെങ്കിൽ ആയുധം മാത്രം മതിയോ? പോരാ അല്ലേ? അതിനു പിന്നിൽ ചില ആശയങ്ങൾ വേണം. ജനങ്ങളെ ചിന്തിപ്പിക്കാൻ, അവർക്ക് പ്രതീക്ഷ നൽകാൻ ചില ചിന്തകൾ വേണം. അങ്ങനെയുള്ള ചിന്തകൾക്ക് തീ കൊളുത്തിയ ചിലരെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ, ഈ 3 പേരുകൾ ഓർത്തുവെച്ചോളൂ. ഇവർ വാക്കുകൾ കൊണ്ട് ഒരു കൊടുങ്കാട്ട് തന്നെ സൃഷ്ടിച്ചു. പുരോഹിതന്മാർ എന്തിനാണ് ഇത്രയും അധികാരം കൈയാളുന്നതെന്ന് വോൾട്ടയർ ചോദിച്ചു. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുതെന്ന് റൂസോ പറഞ്ഞു. അധികാരം എപ്പോഴും വിഭജിക്കപ്പെടണം, ഒരാളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കരുതെന്ന് മോണ്ടെസ്ക്യൂ വാദിച്ചു. ഈ ഐഡിയകൾ ജനങ്ങളെ മനസ്സിൽ പതിയെ പതിയെ കയറിക്കൂടി. കൂട്ടത്തിൽ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക ഉടമ്പടി എന്ന ആശയം ഒരു ബോംബ് പോലെയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. രാജാവിന് ഭരിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ദൈവമല്ല, മറിച്ച് ജനങ്ങളാണ് എന്നായിരുന്നു അതിന്റെ കാതൽ. അതിന്റെ അർത്ഥമെന്താ? യഥാർത്ഥ അധികാരികൾ ജനങ്ങളാണ്. ഈ ചിന്ത രാജഭരണത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിമറിച്ചു. അപ്പോ ആശയങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോ എന്താ വേണ്ടേ? ആക്ഷൻ. വാക്കുകൾ പ്രവൃത്തിയായി മാറുന്ന, ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ച 1789 എന്ന വർഷത്തിലേക്ക് നമുക്ക് കടക്കാം. രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ രാജാവ് എസ്റ്റേറ്റ്സ് ജനറൽ എന്ന ഒരു സഭ വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് 3ാം എസ്റ്റേറ്റ് ഒരാവശ്യം മുന്നോട്ടുവെച്ചു. പഴയ രീതി അനുസരിച്ച് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണ്. അത് ശരിയല്ല. പകരം ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണം. ഇത് വെറുമൊരു വോട്ടിന്റെ പ്രശ്നമായിരുന്നില്ല, തങ്ങളും തുല്യരാണെന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. പക്ഷേ രാജാവും മറ്റു 2 എസ്റ്റേറ്റുകളും ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. അപ്പോൾ പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. ദേഷ്യം വന്നു 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി. ഫ്രാൻസിന് പുതിയൊരു ഭരണഘടന ഉണ്ടാക്കുന്നതുവരെ ഞങ്ങൾ പിരിഞ്ഞുപോവില്ലെന്ന് അവരവിടെ വെച്ച് പ്രതിജ്ഞയെടുത്തു. അതാണ് ചരിത്രപ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അധികം വൈകാതെ ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൽ എന്ന ഭീകരൻ ജയിൽ ആക്രമിച്ച് കീഴടക്കി. ബാസ്റ്റൽ ജയിലിന്റെ പതനം വെറുമൊരു കെട്ടിടം തകർക്കലായിരുന്നില്ല. അത് രാജാവിന്റെ ഏകാധിപത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു.
ആ കോട്ടയുടെ ഓരോ കല്ലും ഇളകി വീഴുമ്പോൾ അത് രാജഭരണത്തിന്റെ ഹൃദയത്തിൽ കൊണ്ട പ്രഹരമായിരുന്നു. അതോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിന് ഔദ്യോഗികമായി തുടക്കമായി. സ്വാതന്ത്ര്യം കിട്ടി, എല്ലാം അടിപൊളിയായെന്ന് വിചാരിച്ചോ? ഇല്ല. കഥയുടെ അടുത്ത ഭാഗം കുറച്ച് ഡാർക്കാണ്. വിപ്ലവത്തിന് എപ്പോഴും മനോഹരമായ ഒരു മുഖം മാത്രമല്ല ഉണ്ടാവുക, ചിലപ്പോഴത് വളരെ ക്രൂരവുമാകാം. ആദർശങ്ങളുടെയും യാഥാർത്ഥ്യത്തിന്റെയും ആ ഒരു സംഘർഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നല്ല കാര്യം പറയാം. വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. മനുഷ്യരെല്ലാവരും ജനിക്കുന്നത് സ്വതന്ത്രരും തുല്യരുമായിട്ടാണ് എന്ന് ആ പ്രഖ്യാപനം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളുടെയും ഒരു ബ്ലൂ പ്രിന്റായിരുന്നു അത്. എന്നാൽ ഇതേ വിപ്ലവത്തിന് മറ്റൊരു ചിഹ്നം കൂടിയുണ്ടായിരുന്നു: ഗിലറ്റിൻ. വിപ്ലവത്തിന്റെ ശത്രുക്കളെന്ന് കരുതുന്ന ആരെയും കഴുത്തുവെട്ടി കൊല്ലാനുള്ള ഒരു യന്ത്രം. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിന് ഇരയായത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളി പലപ്പോഴും മരണത്തിന്റെ നിലവിളിയായി മാറി. 1793-നും 94-നും ഇടയിലുള്ള ഒരു വർഷക്കാലം ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. റോബസ്പിയർ എന്ന നേതാവിന്റെ കീഴിൽ സംശയമുള്ളവരെയെല്ലാം ഗില്ലറ്റിൻ ഇരയാക്കി. ലൂയി 16-ാമൻ രാജാവിനെയും കുടുംബത്തെയും വരെ അവർ വെറുതെ വിട്ടില്ല. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി തുടങ്ങിയ വിപ്ലവം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കഴുത്തുഞ്ഞെരിച്ചു കൊല്ലുന്ന ഒരവസ്ഥ വന്നു. ഈ ഭീകരവാഴ്ചയും കൊലപാതകങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫ്രാൻസ് ആകെ ഒരു കൺഫ്യൂഷനിലായി. രാജാവില്ല, കൃത്യമായ ഒരു ഭരണമില്ല, ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ രാജ്യം മൊത്തം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് കഥയിലേക്ക് പുതിയൊരാൾ വരുന്നത്: നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതെ, അതിബുദ്ധിമാനായ ഒരു പട്ടാള ജനറൽ. രാജ്യത്തെ ഈ ഒരു അസ്ഥിരത മുതലെടുത്ത് അദ്ദേഹം അധികാരം പിടിച്ചെടുത്ത് സ്വയം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അതോടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ഘട്ടം അവസാനിച്ചു, നെപ്പോളിയന്റെ യുഗം തുടങ്ങി. നെപ്പോളിയൻ ഒരു ഏകാധിപതിയായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഫ്രാൻസിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. രാജ്യത്താകമാനം ഒരേ നിയമം കൊണ്ടുവന്നു, പുതിയ ബാങ്ക് തുടങ്ങി, റോഡുകൾ പണിതു, കർഷകർക്ക് ഭൂമി നൽകി. അതായത് നെപ്പോളിയൻ വിപ്ലവത്തിന്റെ ഒരു പ്രോഡക്റ്റുമായിരുന്നു, അതേസമയം ആ വിപ്ലവത്തെ ഇല്ലാതാക്കിയ ആളുമായിരുന്നു. പക്ഷേ നെപ്പോളിയന്റെ അധികാരമോഹം അവിടെ നിന്നില്ല. യൂറോപ്പ് മുഴുവൻ കീഴടക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വലിയ യുദ്ധങ്ങളിലേക്കാണ് നയിച്ചത്. അവസാനം 1815-ൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ സൈന്യം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതോടെ ആ വലിയ സാമ്രാജ്യത്തിനും അന്ത്യമായി. ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളിയന്റെ കാലവുമൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ വിപ്ലവം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങൾ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചോദനമാണ്. പക്ഷേ ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്: സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എപ്പോഴും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പാതയിലൂടെ ആയിരിക്കണോ? ഈ ഒരു ചോദ്യം ഇവിടെ വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.